വിലക്കുകൾ നീങ്ങുമ്പോൾ ഏറെ പ്രതീക്ഷയോടെയാണ് പ്രവാസികൾ യുഎഇയിലേക്ക് എത്തിച്ചേരാൻ കാത്തിരിക്കുന്നത്. ദുബായിലേക്കെന്ന പോലെ തന്നെ മറ്റുള്ള വിമാനത്താവളങ്ങളിലേക്കും സർവീസുകൾ പുനരാരംഭിക്കുകയാണ്. കേരളത്തിൽ നിന്ന് നേരിട്ട് വിമാന സർവീസുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അധികൃതർ. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദുബായ്, ഷാർജ എന്നിവയ്ക്ക് പുറമെ അബുദാബി വിമാനത്താവളത്തിലേക്കും ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസ് ശനിയാഴ്ച മുതൽ ഭാഗികമായി പുനരാരംഭിക്കുമെന്ന് റിപ്പോർട്ട്. യുഎഇയിലേക്കുള്ള ഇന്ത്യക്കാരുടെ യാത്രാവിലക്ക് പിൻവലിച്ചുവെങ്കിലും അബുദാബിയിലേക്ക് സർവീസ് ആരംഭിച്ചിരുന്നില്ല. ഓഗസ്റ്റ് 10 മുതൽ തുടങ്ങുമെന്നായിരുന്നു എയർ ഇന്ത്യയും ഇത്തിഹാദും അറിയിച്ചിരുന്നത്. എന്നാൽ കൊച്ചി, തിരുവനന്തപുരം, ചെന്നൈ, ബംഗളൂരു, ന്യൂഡൽഹി എന്നീ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസ് ശനിയാഴ്ചയ്ക്കും തിങ്കളാഴ്ചയ്ക്കുമിടയിൽ തുടങ്ങുമെന്ന് ഇത്തിഹാദ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 10 മുതൽ മറ്റ് നഗരങ്ങളിൽ നിന്നും സർവീസ് പുനരാരംഭിക്കുകയും ചെയ്യും. നിലവിൽ അഹമ്മദാബാദ്, ഹൈദരാബാദ്, മുംബൈ, കറാച്ചി, ലാഹോർ, ഇസ്ലാമാബാദ്, ധാക്ക, കൊളംബോ എന്നീ വിമാനത്താവളങ്ങളാണ് ഓഗസ്റ്റ് 10 മുതലുള്ള സർവീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഇത്തിഹാദിന്റെ വെബ്സൈറ്റിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ദുബായ്, ഷാർജ വിമാനത്താവളങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് വ്യാഴാഴ്ച മുതൽ സർവീസ് തുടങ്ങിയിരുന്നു. നിലവിൽ അബുദാബിയിലേക്കുള്ള യാത്രക്കാർ ഈ വിമാനത്താവളങ്ങൾ വഴിയാണ് യുഎഇയിലേക്ക് എത്തുന്നത്. അബുദാബി കൂടി തുറക്കുന്നതോടെ പ്രവാസികൾക്ക് നേരിട്ട് അബുദാബിയിൽ ഇറങ്ങാൻ സാധിക്കുന്നതായിരിക്കും. എന്നാൽ അബുദാബി, റാസൽ ഖൈമ വിമാനത്താവളങ്ങളിൽ എത്തുന്നവർക്ക് 10 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിൽ നിന്ന് തന്നെ ഹാൻഡ് ബാഗ് ധരിക്കണം. 4-ാം ദിവസവും 8-ാം ദിവസവും PCR പരിശോധന നടത്തണം. 8-ാം ദിവസത്തെ പരിശോധനയിൽ നെഗറ്റീവ് ഫലമാണ് ലഭിക്കുന്നതെങ്കിൽ 10-ാം ദിവസം ഹാൻഡ് ബാഗ് അഴിക്കുകയും പുറത്തിറങ്ങുകയും ചെയ്യാമെന്ന് അധികൃതർ വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.